ഹായ് മച്ചന്മാരെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് അല്ലൈനിലുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളിട്ടാ, ഞങ്ങളുടെ ഒരു യാത്ര ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ പോവാണ്. ഇതാണ് നമ്മുടെ കാറ്. ഈ ഒരു വണ്ടിയും വേറൊരു വണ്ടിയും കൂടിയുണ്ട്. അപ്പോൾ ഓക്കെ. ഹായ് മച്ചന്മാരെ, അപ്പോൾ ഞങ്ങൾ കടയിൽ ജോലി ചെയ്യുന്ന ഒരു 10 പേര് കൂടി അല്ലൈനിലേക്കുള്ള ചെറിയൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്. 2 കാറിലായിട്ട് 10 പേരാണ് പോയത്. ഓക്കെ, ഇത് പോകുന്നത് അബുദാബി ഷക്ബൂത്തിൽ നിന്ന് ഏകദേശം അല്ലൈനിലേക്ക് ഞങ്ങൾ പോകുന്ന ആ ഒരു ഏരിയയിലേക്ക് ഏകദേശം 160 കിലോമീറ്ററിൻ്റെ ആ ഒരു ദൂരം വരുന്നുണ്ട്. നമുക്ക് ഏകദേശം അബുദാബി വിട്ട് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റും. അത്രയും നല്ല മലകളും നല്ല മരങ്ങളുമായിട്ട് അലൈൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നമ്മൾ കർണാടകയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഘാട്ടി ഉണ്ടാവില്ലേ, അതായത് നല്ല കയറ്റമുള്ള റോഡ്, ചുരം പോലുള്ള ആ ഒരു റോഡ്, അതിനേക്കാളൊക്കെ നല്ല ഹൈറ്റാണ് ഇവിടെ ഞങ്ങൾക്ക് കണ്ടത്. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഇവർ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് നല്ല വെളിച്ചം ഉണ്ടാവും. നമുക്ക് താഴെ നിന്ന് ഇപ്പോൾ കയറുന്നേക്കാൾ മുമ്പ് തന്നെ നമുക്ക് അവിടെ നിന്ന് താഴെ നിന്ന് മേലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആ റോഡുകളുടെ സൈഡിലുള്ള നല്ല വെട്ടവും വെളിച്ചവും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ നമ്മളിതാ ജബലുള്ള ഹീത്തിലെത്തിയിട്ടുണ്ട്. അടിപൊളി വൈബ് പറഞ്ഞാൽ അടിപൊളി വൈബ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ തണുപ്പ്. ഇവിടെ നമ്മുടെ സാധന, ഇമ്രാൻ, ഇത് ഹനീഫ, മിനീഷ്, ഇവിടെയൊക്കെ പരിചയപ്പെടുത്തിയല്ലോ. അതാ ഒരു ചായ കുടിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. കുറച്ച് കഴിയട്ടാ ചായ കുടിക്കുമ്പോഴേ. ഇത് ചുരത്തിൻ്റെ ഏറ്റവും മേലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവസാനം ഞങ്ങളൊരു സമൂസ ഓർഡർ ചെയ്തു. സമൂസക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സമൂസ കിട്ടിയത്. എന്നാലും ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. എന്താ പറഞ്ഞാൽ തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റും അതുപോലെ തന്നെ നമുക്ക് എല്ലാം യോജിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. എങ്ങനെയുണ്ട് ഇവിടെ? ഒരു രക്ഷയില്ല. യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം ഞാൻ ഒന്ന് പാട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ഡാൻസൊക്കെ കളിക്കുന്ന കാണുമ്പോൾ അറിയാം. അതിനുള്ള പാട്ടൊക്കെ ഞങ്ങൾ അവിടെ കാറിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചത്. അമ്മാതിരി വൈബായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു രാത്രി ഞങ്ങൾ അടിച്ച് പൊളിച്ചായിരുന്നു. നമ്മളെപ്പോലെ തന്നെ എൻജോയ് ചെയ്യാൻ വന്ന പല ഫാമിലികളിലായിട്ടുള്ള പല വണ്ടികളുണ്ടായിരുന്നു കേട്ടോ, അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട്. അപ്പോൾ രാത്രിക്കുള്ള ഫുഡ് എന്താണെന്ന് ചോദിക്കുന്നവരോട്, അപ്പോൾ ഞങ്ങൾ ചിക്കന് നല്ല മസാല പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചാർക്കോളിട്ട് ചുട്ടെടുക്കണം. അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ. അടിപൊളി വൈബാണ്, അടിപൊളി വൈബാന്ന് പറയാം. ഏതാണ് കറക്കല്ലടക്കം. അപ്പോൾ ചിക്കൻ ചുട്ടാലേ നമുക്ക്? ഓക്കെ അല്ലേ? ആ മച്ചന്മാരെ, തണുപ്പും കൊണ്ട് നല്ല ചായയും കുടിച്ചുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നല്ല അൽഫാം കഴിച്ചാലോ. കഴിക്കാനുള്ള ചിക്കനൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ചിക്കൻ വെട്ടിയിട്ട് നല്ല മുറിയൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് അപ്പോൾ നമുക്ക് നേരെ ഇനി വാഴയിലിൽ പൊതിഞ്ഞിട്ട് അതിന് അലുമിനിയം ഫോയിലാണ് ഞങ്ങൾ പൊതിഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഇതിനൊന്ന് ചുടുന്ന വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ചുട്ടാലോ. അപ്പോൾ ചിക്കൻ ചൂടാൻ നമുക്ക് ചുരത്തിൻ്റെ മേലെ അതിനുള്ള അലൗഡില്ല. അപ്പോൾ നേരെ ഞങ്ങൾ താഴെ ഇറങ്ങി റോഡ് സൈഡ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ ചൂടാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനൊന്നും നോക്കുന്നില്ല, നമുക്ക് അതിനുള്ള നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, ചൂടാലോ. നമ്മുടെ കലാപരിപാടി ചിക്കൻ ചൂടാണ് കേട്ടോ. ചിക്കൻ ചൂടാൻ തുടങ്ങുകയാണ്. അമ്പാടി തുടങ്ങല്ലേ? എടാ അതിന് പൊട്ടിച്ചവരെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ പെട്ടുപോയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാർക്കോൾ വാങ്ങിച്ചത് ചെറിയ ചാർക്കോൾ, പൊടി ചാർക്കോൾ ഉണ്ടാവില്ല, അതാണ് വാങ്ങിച്ചത്. അത് കത്താൻ ഭയങ്കര പാടാണ്. അത് എത്ര നോക്കിയിട്ടും കത്തുന്നില്ല. 1.5 മണിക്കൂറായി ഞങ്ങൾ അതിനൊന്ന് കത്തിച്ചെടുക്കാൻ. അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും കാറ്റ് വീശിട്ടാണ് ഞങ്ങൾ ഒന്ന് കത്തിച്ചെടുത്തത്. എൻ്റെ പൊന്നും മച്ചന്മാരെ, നമ്മളെ നാട്ടിലൊക്കെ പറയൂലേ തണുപ്പിന് നല്ല ചൂട് തീ കായണമെന്ന്, അതുപോലെ തന്നെയാണ് കേട്ടോ. ആ തീയുടെ സെൻറ്ററിൽ ഞങ്ങൾ ചുറ്റും ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് തീ കൊണ്ട് ആസ്വദിച്ചിരുന്നൊരു സമയം. എൻ്റെ പൊന്നും മച്ചന്മാരെ,
ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ആ ഒരു സമയം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതിൽ ഞങ്ങൾ ഈ ചിക്കനൊക്കെ ചുട്ടിട്ട് ഞാൻ അതിൻ്റെ കഴിക്കുന്ന വീഡിയോ എടുത്തത് വേറൊരു ക്യാമറയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വലിയ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആക്കിയിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് ഉണ്ടാവും, ദുബായിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചിക്കൻ ചുട്ടെടുത്ത് നല്ല ഫുഡ് ഞങ്ങൾ കയറ്റി. അപ്പോൾ ഇവിടുന്ന് വിടുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിൽ കാണാം. ഓക്കെ, ഓക്കെ, ഓക്കെ.